Welcome to Flavors of Thailand. ഇപ്പോൾ 4 ഐലൻഡ് ടൂറാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ചപ്പ് ഐലൻഡ്, പോഡ ഐലൻഡ്, ചിക്കൻ ഐലൻഡ് ആൻഡ് റെയിലേ ബീച്ച്. ഇത്രയും സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അടുത്ത ഐലൻഡ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ചുപ്പ് ഐലൻഡ്, റെയിലേ ഐലൻഡ് ബീച്ചാണ് കഴിഞ്ഞത്. ഇപ്പോൾ ചുപ്പ് ഐലൻഡ് ഉണ്ട്, പോഡ ഐലൻഡ് ഉണ്ട്, ചിക്കൻ ഐലൻഡ് ഉണ്ട്. 3 എണ്ണം ഉണ്ട്. ഇനി എവിടെയൊക്കെ പോകാൻ പറ്റുന്നില്ല. കാര്യം ഇപ്പോൾ രാത്രി ആവാനായിട്ട് ഇനി അധികം സമയമില്ല. ടൈം ഈസ് ഓൾറെഡി 4 o'clock. ഒരു 6 മണി വരെ സമയമുള്ളൂ. നല്ല പെട്ടെന്ന് ഇരുട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല. സെക്കൻഡ് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് സെക്കൻഡ് ഐലൻഡ്. ഇതിൻ്റെ പേരാണ് പോഡ. ഇതിൻ്റെ പേര് പോഡ ഐലൻഡ്. വലിയൊരു റോക്കും അതിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു ബീച്ച് ഏരിയ, നല്ല വൈറ്റ് സാൻഡ് ബീച്ചാണ് പോഡ ഐലൻഡ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോഡ ഐലൻഡ് എന്ന്. ഇവിടെയും സ്നോർക്കലിംഗ് നടക്കുന്നുണ്ട്. കാര്യം വളരെ ഷാലോ ആയിട്ടുള്ള ബീച്ചാണ്. നല്ല ബ്ലൂ കളറിലെ ബീച്ച്. ഇവിടെ കുറച്ച് നേരം നമ്മുടെ ബോട്ട് നേരത്തെ പോലെ നിർത്തിത്തരും. ചെറുതായിട്ട് മഴ വന്നു തുടങ്ങി. ചെറിയ മഴത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്നു. നല്ലൊരു മഴ ദിവസമായിരുന്നു, അതാണ് ഈ പ്രശ്നം. നല്ലൊരു സണ്ണി ഡേ ആണെങ്കിൽ അത്ര അയ്യോ എന്ത് ഭംഗി. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു റോക്ക് ഫോർമേഷൻ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര രസമാണ്. പോസ്റ്റ് കാർഡ് പോലെ ഇരിക്കുന്ന ഈ ഭാഗം എല്ലാം തന്നെ സോ നൈസ്. ആൾക്കാരെല്ലാം സ്നോർക്കലിങ്ങിൻ്റെ തിരക്കിലാണ്. അവരും ഫോട്ടോസൊക്കെ ധാരാളം എടുക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ കാര്യം.
ഐലൻഡിൻ്റെ പരിസരത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഇതേ നോക്കും. ആഹാ, എന്ത് ബ്യൂട്ടിഫുൾ സീ. ആൻഡമാൻസിലും ലക്ഷദ്വീപിലും ഒക്കെ കണ്ടതുപോലത്തെ മനോഹരിയായ സീയാണ്. ഇതെല്ലാം ആൻഡമാൻ സീയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി വരുന്ന പോഡ ഐലൻഡിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ആ ഒരു പാറയും പിന്നെന്താ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇങ്ങനെ സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, നമ്മളുടെ പോലത്തെ ലോങ് ടെയിൽ ബോട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ചെറിയ വാച്ച് ടവർ മാതിരി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണശാലയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. അത്യാവശ്യം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. 4 ഐലൻഡിലെ സെക്കൻഡ് ഐലൻഡ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് സമയമില്ല, എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. പക്ഷേ ഇതിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും നമുക്കിനി കാണാനുള്ള ഐലൻഡ്, ആർക്കറിയാം അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത ഐലൻഡിലേക്ക് പോകാം. അധികം സമയമില്ല, സൺ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കെല്ലാം കവർ ചെയ്യണ്ടേ. അപ്പോൾ ബോട്ട് ചേട്ടൻ അവിടെ വെയിറ്റിംഗ്, അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോകാം. നനയാനായിട്ടൊക്കെ റെഡിയായി വരിക. നല്ല ശരിക്കും നന്നായിട്ട് നനയും, അതൊന്നും കാര്യമാക്കണ്ട. അയ്യോ, അയ്യോ, അങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. എന്ത് നല്ല ആംബിയൻസ്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് എവിടെ വേണമെങ്കിലും ഇരിക്കാം, പക്ഷേ ഞാൻ എപ്പോഴും ഈ അറ്റത്തെ ഇരിക്കത്തുള്ളൂ. അതാണ് എനിക്കിഷ്ടം, ഓപ്പൺ സ്പേസ്. നമ്മളിപ്പോൾ പ്രൈവറ്റ് ടൂറാണ് എടുത്തത്, പക്ഷേ ഗ്രൂപ്പ് ടൂർ വരികയാണെങ്കിൽ കണ്ടില്ലേ അതുപോലത്തെ ഒരു പിന്നെ എന്താ പറയുക സ്പീഡ് ബോട്ടിൽ ആൾക്കാർ കണ്ടതേ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരെല്ലാവരും വരും. ഫുൾ ഫാമിലി, ഒരു ഒറ്റ ഗ്രൂപ്പ്. അപ്പോൾ എന്തായാലും അവർ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇങ്ങനെ ഓരോ ഏരിയയിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ വിട്ടേക്കും. ഇത് ഹാഫ് ഡേ ടൂറാണ് ഈ 4 ഐലൻഡ് ട്രിപ്പ്. അത് 1 ഡേ ഫുൾ ടൂറും എടുക്കാം, ഹാഫ് ഡേ എടുക്കാം, ഫുൾ എടുക്കാം. അപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. 2 മണിക്കൂർ 3 മണിക്കൂർ ഓരോ ഐലൻഡിലും വെള്ളത്തിലിങ്ങനെ കിടന്ന് സ്വിമ്മിങ്ങും സ്നോർക്കലിങ്ങും എല്ലാം ആകാം. അയ്യോ, ഞാൻ പിടിച്ചിരിക്കട്ടെ. നമ്മുടെ വാഹനം മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ബ്യൂട്ടിഫുൾ ബീച്ച്. ടാറ്റ ബൈ. ഇനി എന്നാ നമ്മൾ വരാൻ പോണേ അല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് അത്ര ബ്യൂട്ടിഫുൾ സ്ഥലം വീണ്ടും വരാം, തിരിച്ചു വരാമെന്ന്. പക്ഷേ പലപ്പോഴും തിരിച്ചു വരാൻ പറ്റാറില്ല. കാര്യം നമ്മൾക്ക് നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും പോകണമല്ലോ, എക്സ്പ്ലോർ ചെയ്യാൻ. പോയ സ്ഥലത്തേക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. വരണമെന്ന് തോന്നിയാലും ഒരു പക്ഷേ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ലൈം സ്റ്റോൺ ഫോർമേഷൻസ് ആണ്. ഈ പാറക്കൂട്ടങ്ങളെല്ലാം ലൈം സ്റ്റോൺ പാറകളാണ്. ഇതിങ്ങനെ കടലിൻ്റെ നടുക്കായിട്ടൊക്കെ ഇങ്ങനെ ഫോം ചെയ്ത് വന്നിരിക്കുകയാണ്, നടുക്കും ഭാഗത്തും. ഇത് കണ്ടില്ലേ നമ്മളുടെ ഈ പോഡ ഐലൻഡിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റർ പോയിന്റ്, അത് ഇങ്ങനെ നടുക്കാണ് ഇങ്ങനെ ഉണ്ടായത്. ഇത് കണ്ടില്ലേ എന്തു ഭംഗിയാ ലൈം സ്റ്റോൺ ഫോർമേഷൻ. ഇത് കണ്ടില്ലേ നല്ല രസമല്ലേ. ആ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ ഇങ്ങനെ വലിയ പാറയായിട്ട് വന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു കേവ് പോലെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ അകത്തേക്ക് പോലെ അത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാം. ഇത് ഭംഗിയല്ലേ. ഇങ്ങനെ പാറ ഇങ്ങനെ കണ്ടില്ലേ ലൈം സ്റ്റോൺ ഫോർമേഷൻസ് ഇങ്ങനെ. അയ്യോ, നല്ല കേവ് മാതിരി ഡെവലപ്പ് ചെയ്ത് സീയിലേക്ക് ഇങ്ങനെ ജട്ട് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഭാഗം നോക്കൂ, അത് മനോഹരം. അയ്യോ, ഇങ്ങനെ തൂങ്ങി കിടക്ക് നോക്കൂ ഈ ലൈം സ്റ്റോൺ ഫോർമേഷൻസ്. എന്തൊരു ഭംഗി. അതെല്ലാം ബീച്ചസ് ആണ്. സ്മോൾ ഐലൻഡ്, ടൈനി ഐലൻഡ് ബീച്ചസ് ആണ്. കുഞ്ഞു ബീച്ചസ്. ഏറ്റവും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വലിയ ജമ്പി അല്ല, ബമ്പി ആൻഡ് ജമ്പി ഒന്നും അല്ല, ഭയങ്കര സ്മൂത്തായിട്ട് പോകും. ഇനി കുറേ ദൂരം നമ്മളിങ്ങനെ കടലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് കളിച്ച് ഐലൻഡിലെത്തുന്നു. നല്ല യാത്രയല്ലേ 4 ഐലൻഡ് ട്രിപ്പ്.
ഐലൻഡാണ് ടുപ്പ് ഐലൻഡ്. ടുപ്പ് ഐലൻഡിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും കടലാണ്, നടുക്കൊരു ഐലൻഡ് പോലെ കുറച്ച് ഭാഗം ബീച്ച്, വൈറ്റ് സാൻഡ് ബീച്ച്. അതിമനോഹരമായിരിക്കുന്നു ഈ ഭാഗമെല്ലാം തന്നെ. ടുപ്പ് ഐലൻഡിൻ്റെ ഭംഗി നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. ഇത് ശരിക്കും നടുക്കൊരു ലാൻഡാണ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലും കടലും നടുക്കൊരു സാൻഡി ബീച്ചും. എന്ത് രസമായിരിക്കുന്നു. അയ്യോ, ഇതാണ് 3rd ഐലൻഡ്, ടുപ്പ്, TUP, ടുപ്പ് ഐലൻഡ്. ധാരാളം ഗ്രൂപ്പ്സ് ഇങ്ങനെ ടൂറായിട്ട് വരുന്നുണ്ട്. പ്രൈവറ്റ് ടൂർസും ഉണ്ട്, ഇതുപോലെ ഗ്രൂപ്പ് ടൂറും ഉണ്ട്. അപ്പുറത്ത് പോകുന്നത് ഗ്രൂപ്പ് ടൂറാണ്. അങ്ങനെ ടുപ്പ് ഐലൻഡിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. വാസ്തവത്തിൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. ടുപ്പ് ഐലൻഡ് ബ്യൂട്ടിഫുൾ ഐലൻഡാണിതും. പക്ഷേ നമുക്കിനി ഒരു ഐലൻഡ് കൂടി കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം. അതാണ് ചിക്കൻ ഐലൻഡ്. നെക്സ്റ്റ് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി 4ാമത്തെ ഐലൻഡായ ചിക്കൻ ഐലൻഡിലേക്ക് പോകുന്നു. എൻ്റെ മൊബൈലിലെ മെമ്മറി മുഴുവൻ ഫുള്ളായി, ഫോട്ടോസ് എടുത്ത് ഇനി കുറേ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഇനി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും മൂവ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ കുഞ്ഞു സാൻഡി ബീച്ചസ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും ഇൻ ബിറ്റ്വീൻ. അത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ടുപ്പ് ഐലൻഡിൻ്റെ ഒരു ഭാഗമാണിത്. മറ്റൊരു ഭാഗം ടുപ്പ് ഐലൻഡിൻ്റെ നമ്മൾ ആ ഭാഗത്ത് കൂടി പോയി ഇത് ഈ സൈഡിലൂടെ കാണുന്ന ഭാഗം. എല്ലാ ബീച്ചസിനും അല്ലെങ്കിൽ ഓരോരോ ഐലൻഡ്സിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും എല്ലാ ഐലൻഡ്സും ഒരുപോലെയല്ലേ? അല്ല, അങ്ങനെയല്ല. അതിൻ്റെ ആംബിയൻസ് വ്യത്യസ്തമാണ്, അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്, ബീച്ചസ് വ്യത്യസ്തമാണ്. ചില സ്ഥലത്ത് സ്നോർക്കലിങ്ങും ബീച്ചിലേക്ക് ഇറങ്ങുന്ന സ്ഥലം, ചിലടത്ത് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ആ സാൻഡി ബീച്ച് മാത്രം ആസ്വദിക്കുക, വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗം ഒഴിവാക്കേണ്ടി വരും. പക്ഷെ എന്തായാലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോ സ്ഥലവും. ചിക്കൻ ഐലൻഡ് എത്താറായി. കണ്ടില്ലേ, ഒരു ചിക്കൻ്റെ ഒരു ടർക്കി കോഴി പോലെ ഇരിക്കുന്നത്, ടർക്കി കോഴിയുടെ തല ഇങ്ങനെ നിൽക്കുന്ന മാതിരി. അയ്യോ, അതാണ് ചിക്കൻ ഐലൻഡ്. അങ്ങനെ നമ്മളുടെ 4 ഐലൻഡ് ടൂർ ഏകദേശം തീരാറായി. ഇത് ലാസ്റ്റ് ഐലൻഡാണ്. ശരിക്കും ഒരു കോഴി പോലെ തന്നെ ഉണ്ടല്ലേ ഐലൻഡിന്റെ ഒരു കോഴി, ഒട്ടകത്തിനെ പോലെ ഇരിക്കുന്നോ? അതൊരു ഓസ്ട്രിച്ചിനെ പോലെ തോന്നുന്നു. എനിക്കിങ്ങനെ പല പല രൂപങ്ങൾ തോന്നുന്നു. ചിക്കനെക്കാട്ടി കൂടുതലായിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. ഒട്ടകമോ ഓസ്ട്രിച്ചോ എന്തൊക്കെയോ തോന്നുന്നു. എന്തായാലും ഒരു ബേർഡിൻ്റെ ഒരു ലുക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചിക്കൻ ഐലൻഡ് എന്ന് പേര്.
പോലെ സെയിം. നമ്മുടെ സമയം ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ ഐലൻഡ് കണ്ടെങ്കിലും അവിടെ ഇറങ്ങി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ 5 o'clock കഴിഞ്ഞു. 5 മണി കഴിഞ്ഞാൽ പിന്നെ ക്ലോസിങ് ടൈമാണ്. ഈ ബോട്ട് തിരിച്ചു പോകണ്ടേ. അപ്പോൾ നമ്മൾക്ക് വന്ന സ്ഥലത്തേക്ക് പോകണം, കുറേ ദൂരം സഞ്ചരിക്കണം. അത് കാരണം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ചിക്കൻ ഐലൻഡ് ഇത്ര മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ചിക്കൻ്റെ ഷേപ്പിലുള്ള ഒരു പാറയാണ് ആ ഐലൻഡിൻ്റെ ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഐലൻഡ് ജേണി ഏതാണ്ട് പൂർത്തിയായിരിക്കുവാണ്. അപ്പോൾ നമ്മൾ മടക്കി യാത്ര ചെയ്തു. അങ്ങനെ നമ്മുടെ ഒരു ലോങ് ജേർണി കഴിഞ്ഞിട്ട് ഒരു 4 ഐലൻഡ് ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് ക്രാബി ഐലൻഡിലേക്ക് തന്നെ. ക്രാബി എന്നുള്ള മെയിൻ സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് അവിടുത്തെ ബീച്ച് ഏരിയ ആണ്. ക്രാബിയിലെ ബീച്ചാണിത്. ഇതൊരു സെൻറ്റർ പോയിൻ്റാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ റോഡിൻ്റെ അപ്പുറത്തുള്ള ഷോപ്സ്. വൈകുന്നേരങ്ങൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് 5:30 മണി കഴിഞ്ഞു. 6 മണിയോട് അടുക്കുന്നു. നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ ബീച്ച് ഇങ്ങനെ വളരെ എന്താ പറയുക, മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ കടൽക്ഷോഭം പോലെ ഇങ്ങനെ അങ്ങേ അറ്റം വരെ വന്ന് കിടക്കുമായിരുന്നു. ഇപ്പോൾ പിന്നിലേക്ക് പോയി. ബീച്ച് ഇപ്പോൾ ശരിക്കും കാണാം. ബീച്ചായിട്ട് തന്നെ കിടക്കുകയാണ്. മണലെല്ലാം കാണാം, ബീച്ച് സൈഡ് കാണാം. പിന്നെ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ആ പടിയെല്ലാം കയറി നേരെ ക്രാബി ടൗൺ ഏരിയയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ ക്രാബി ബീച്ചിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ റോഡിലേക്ക് പോവാണ്. ഒരു ടുക് വാഹനം തപ്പണ്ടേ, എന്നിട്ട് തിരിച്ചു പോകണം റൂമിലേക്ക്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിയുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നാളെ. അതുവരെ